ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ +2 ഫിസിക്സിലെ കറണ്ട് ഇലക്ട്രിസിറ്റി ചാപ്റ്ററിലെ സെക്കൻഡ് ക്ലാസ് ഓൾറെഡി ഒരു ക്ലാസ്സിൽ കുറച്ച് ഫണ്ടമെൻ്റൽസൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ എൻ്റെ ബാക്കിയുള്ളത് ഓംസ് ലോ അങ്ങനെയുള്ള ഫണ്ടമെൻ്റൽസൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി NCERT ടെക്സ്റ്റ് അനുസരിച്ച് നെക്സ്റ്റ് ഈസ് ദി ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഡ്രിഫ്റ്റ് കറണ്ട് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റിൽ നിന്ന് കുറച്ച് പോയിൻറ്റ്സ്, ഡെറിവേഷൻസ് ഒന്നും ഇതിൽ ഉദ്ദേശിക്കുന്നില്ല, ബിക്കോസ് ഇറ്റ് ഈസ് പ്യുവർലി എൻട്രൻസ് ബേസ്ഡ്. അപ്പോൾ അതിൽ വരാവുന്ന എല്ലാത്തരം കൺസെപ്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓരോ ഫോർമുലകളെയും ഡെറിവേഷൻ വേണ്ടവർ ടെക്സ്റ്റ് ബുക്ക് നോക്കി ഡെറിവേഷൻ പഠിക്കുക. ആൻഡ് ഇഫ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ എൻ എൻട്രൻസ് എക്സാമിനേഷൻ, നോ നീഡ് ഓഫ് ദി ഡെറിവേഷൻസ്. ഓക്കെ, നൗ ലെറ്റ് us come to the class. വാട്ട് ഇസ് ദി കൺസെപ്റ്റ് ഓഫ് ഡ്രിഫ്റ്റിംഗ് ആണ് ആദ്യത്തേത്. കറണ്ടുകളെക്കുറിച്ച് പറയുമ്പോൾ 3 തരം കറണ്ടുകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. ഒന്ന് ഡ്രിഫ്റ്റ് കറണ്ട്, മറ്റൊന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്, മറ്റൊന്ന് വി ക്യാൻ സേ ദി ഡിഫ്യൂഷൻ കറണ്ട്. ഡിഫ്യൂഷൻ കറണ്ട് സോളിഡ്സിലെ മെറ്റൽസിലെ ഡ്രിഫ്റ്റ് കറണ്ടാണ് ഉണ്ടാകുന്നത്. അതേസമയം സെമി കണ്ടക്ടേഴ്സിലെ ഡിഫ്യൂഷൻ കറണ്ടാണ് ഉണ്ടാകുന്നത്. അത് സെമി കണ്ടക്ടർ ചാപ്റ്ററിൽ പഠിക്കും, ഡിഫ്യൂഷൻ കറണ്ട്. കപ്പാസിറ്റേഴ്സിലെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടാണ് ഉണ്ടാകുന്നത്. മറ്റൊരു തരം കറണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ റെഫർ ചെയ്യുമ്പോൾ ഡ്രിഫ്റ്റ് കറണ്ട്. ഡ്രിഫ്റ്റ് കറണ്ട് നമുക്കൊരു ഓമന പേരിൽ വിളിക്കാം, ഇടികൂടി മുന്നോട്ട് പോകുന്ന ആൾ. ഇടികൂടി മുന്നോട്ട് പോകുന്ന ആൾ. ഇൻ എ മെറ്റൽ വി ഹാവ് ദി ഫ്രീ ഇലക്ട്രോൺസ് അല്ലേ. മെറ്റൽ അതിൻ്റെ ക്യാരക്ടർ അനുസരിച്ച് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഫ്രീ ഇലക്ട്രോൺസ് പോകുമ്പോൾ ഇവിടെ ഉണ്ടാകുന്നതിൻ്റെ അയോണിക് കൗണ്ടർ പാർട്ടും ഉണ്ട്. അയോണും അതിൻ്റെ കൗണ്ടർ പാർട്ടുകളായിട്ടാണ് ഫ്രീ ഇലക്ട്രോൺസ് നിൽക്കുന്നത്. ഈ ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഒരു വശത്തേക്ക് ഓടുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് പഠിക്കുന്നു, വെൻ ദി ഇലക്ട്രോൺസ് ആർ മൂവിങ് ടു വൺ സൈഡ്. ഇവിടെ ഒരു പോസിറ്റീവ് പ്ലേറ്റ് ഉണ്ടെങ്കിൽ ഇലക്ട്രോൺസ് ആർ മൂവിങ് ടു ദാറ്റ് സൈഡ്. ദി മൂവ്മെൻറ്റ് ഈസ് നോട്ട് സോ ഈസി ബിക്കോസ് ഇറ്റ് വിൽ കൊളൈഡ് ഓൺ ദി റെസിഡ്യുവൽ ആറ്റം. ഈ അയോൺസ് നിന്ന് ഇടിക്കും. അപ്പോൾ ഇലക്ട്രോൺസ് മുന്നോട്ട് പോകുകയും ഇടിച്ച് തെറിക്കുകയും വീണ്ടും മറ്റൊരു ഡിറക്ഷനിലേക്ക് പോകുന്നു, അവിടെ നിന്ന് ഇടിച്ച് മറ്റൊരു ഡിറക്ഷൻ പോകുന്നു, അവിടെ നിന്ന് ഇങ്ങനെ വരുന്നു. ഇടിച്ചും തെറിച്ചും ഇയാൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും വളരെയധികം സമയമെടുക്കും. സോ ദി ഇലക്ട്രോൺസ് കാൺട്ട് മൂവ് വിത്ത് ഇറ്റ്സ് ആക്ച്വൽ വെലോസിറ്റി ആൻഡ് ദി ഇലക്ട്രോൺസ് ആർ മൂവിങ് വിത്ത് എ പർട്ടിക്കുലർ വെലോസിറ്റി കോൾഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഈവൻ ദോ ഇറ്റ് ഈസ് മൂവിങ് ആക്ച്വൽ വെലോസിറ്റി, ഡ്യൂ ടു കൊളിഷൻ ഇറ്റ് റീബൗണ്ട് ബാക്ക്. അതുകൊണ്ട് ഇവിടുന്ന് ഇവിടം വരെത്താൻ ഒരുപാട് സമയമെടുക്കും. വി വിൽ ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് വെരി സ്ലോ, ആൻഡ് ദാറ്റ് ഇസ് ദി കൺസെപ്റ്റ് ഓഫ് ദി ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റി മീൻസ് ഡ്യൂ ടു ഡ്രിഫ്റ്റിംഗ് ദി ഡിസ്റ്റൻസ് കവേർഡ് divided by the time taken, drift velocity, and it is much slower than the actual velocity of the electron. Okay, ഈ ഡ്രിഫ്റ്റ് മൂവ്മെൻറ്റിൽ നമുക്ക് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്. ഇവിടെ ചോദ്യം വരുന്നതാണ് മീൻ ഫ്രീ പാത്ത്. ഇത്രയേ ഉള്ളൂ. ഒരു ഇടി കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോൺ ഇവിടെ വന്നു ഒരു റെസിഡ്യുവൽ ആറ്റത്തുമ്മ ഇടിച്ചു. ആഫ്റ്റർ ദി കൊളീഷൻ ഇറ്റ് റീബൗണ്ടഡ് ടു ദി സൈഡ്. Again it is colliding on another residual atom or ion and may be going to somewhere else. In between this distance, ഒരു ഇടി കഴിഞ്ഞ് അടുത്ത ഇടിക്ക് ഇടയ്ക്കുള്ള ദൂരം അത് ഫ്രീ ആണ്, എന്താ പറയുക, സ്വസ്ഥമായിട്ട് സഞ്ചരിക്കാൻ തുടങ്ങി. And this is called the mean free path lambda, the distance covered in between two successive collisions. Mean free path. അടുത്ത പോയിന്റ് പഠിക്കുന്നു, the relaxation time. Relaxation time അതിനെ ടോ എന്ന് എഴുതും. ഇങ്ങനെ എഴുതിയ ടോ, റിലാക്സേഷൻ ടൈം ടോ. അതിതാണ് ദി ടൈം ഇൻ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ്. അവിടെയല്ല മീൻ ഫ്രീ പാത്ത് കവർ ചെയ്ത സമയം. ടൈം ഇൻ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ്. പാവം റിലാക്സ് ചെയ്യായിരുന്നു. ഒരു ഇടി കിട്ടി, ആ ഇടിക്കും അടുത്ത ഇടി കിട്ടുന്നതിന് ഇടയ്ക്കുള്ള സമയം, ആ വേദന നിന്ന് മാറാനെടുക്കുന്ന സമയം, റിലാക്സ് ചെയ്യുന്ന സമയം. അപ്പോഴേക്കാണ് അടുത്ത ഇടി വരുന്നത്. ദാറ്റ് ഗ്യാപ്പ് ഈസ് കോൾഡ് ദി റിലാക്സേഷൻ ടൈം. ഓക്കെ, ദാറ്റ് ഗ്യാപ്പ് ഈസ്. ആ സമയത്ത് എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് അടുത്ത ചോദ്യം. വാട്ട് ദി ഇലക്ട്രോൺ ഈസ് ഡൂയിങ്. ദാറ്റ്സ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതും സിമ്പിളായിട്ടൊരു കൺസെപ്റ്റാണ്. ഇറ്റ് വാസ് മൂവിങ് വിത്ത് ആൻ എനർജി. എനർജി എന്നുണ്ടായ ഫോഴ്സ്, ഫോഴ്സിനായ ആക്സിലറേഷൻ. ഇടി കാരണം ഇറ്റ് ലോസ്റ്റ് എവരിത്തിങ്.
മിക്കവാറും എൻ്റെ എനർജിയൊക്കെ നശിക്കുന്നു. അങ്ങനെ ഇതിങ്ങോട്ട് കടന്ന് ഒന്ന് സ്പീഡ് കൂടി വരുന്നത്. ഡ്യൂ ടു ദി അട്രാക്റ്റീവ് ഫോഴ്സസ് ഇറ്റ് ഗ്രാജുവലി ഇൻക്രീസസ് ഇറ്റ് സ്പീഡ് കൂടി ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ആക്സിലറേറ്റിംഗ്. ഡ്യൂറിങ് ദിസ് സ്റ്റേജ് ഇറ്റ് ഈസ് ആക്സിലറേറ്റിംഗ്. ഹൈ വെലോസിറ്റിയിൽ വന്ന് ഇവിടെ ഇടിക്കുന്നു. ഇടിച്ചുടനെ വീണ്ടും എൻ്റെ വെലോസിറ്റി കൊളിഷൻ കാരണം കുറയുന്നു. അഗെയിൻ ഇറ്റ് ബിഗൻ ടു ആക്സിലറേറ്റ്. സ്പീഡ് കൂടി വരുമ്പോൾ ദാഹം എടുക്കുന്നു. ചില പറയില്ലേ, ഒരു ട്രാഫിക് സിഗ്നല് വണ്ടി നിർത്തി ഗ്രീൻ കിട്ടി, ഞാൻ പതുക്കെ ഒന്ന് സ്പീഡായി വരുമ്പോഴത്തേക്കും അടുത്ത ട്രാഫിക് സിഗ്നൽ. ഇൻ ബിറ്റ്വീൻ ഇറ്റ് ഈസ് ഇൻക്രീസിങ്, ട്രൈങ് ടു ഇൻക്രീസ് ഇൻ സ്പീഡ്. സോ ഇറ്റ് ഈസ് ആക്സിലറേറ്റിംഗ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാനുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ സമയത്തുള്ളവരെ ആക്സിലറേഷൻ എത്രയാണ്, ഈ സമയത്തുള്ള എങ്ങനെയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി കണ്ടുപിടിക്കുക, ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡ്രിഫ്റ്റ് വെലോസിറ്റി കാണാൻ ആക്സിലറേഷൻ എന്നിട്ട് തുടങ്ങാം. നമുക്ക് ആക്സിലറേഷൻ, ഡ്രിഫ്റ്റ് വെലോസിറ്റി അങ്ങനെയുള്ള കുറച്ച് ടേംസ്, ഫോർമുലകൾ നമുക്കൊന്ന് എഴുതി പഠിക്കാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി കാണാൻ വളരെ എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം ഈസ് ആക്സിലറേറ്റിംഗ്. ഇലക്ട്രോൺ മറ്റു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ്, കുറച്ച് ഫോർമുല കൊടുക്കുക. ഫോഴ്സ് ഈക്വൽസ് ഇ ഇൻറ്റു ഇ. കഴിഞ്ഞ ചാപ്റ്ററിൽ ഇ ക്യു എന്ന് പഠിച്ചിട്ടുണ്ടാവും. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ചാർജ് വിൽ ഗിവ് ദി ഫോഴ്സ്. ഫോഴ്സ് ഈക്വൽസ് ഫീൽഡ് ഇൻറ്റു ചാർജ്, ഇ. ബട്ട് വി നോ ദി ഫോഴ്സ് ഈക്വൽസ് എം എ. സോ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എം എ ഈക്വൽസ് ഇ ഇ, എ ഈക്വൽസ് ഇ ഇ ഡിവൈഡഡ് ബൈ എം. Acceleration equals E divided by M. That is the acceleration. Okay, that is one question. Now, അടുത്തത് നമുക്ക് കാണാനുള്ളത് ഇതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്, വാട്ട് ഈസ് ദി കറണ്ട് ഡെൻസിറ്റി? കറണ്ട് നമ്മൾ ഐ എന്ന് എഴുതെങ്കിലും അത് നമ്മളൊരു വെക്ടോറിയസ് സിമ്പിൾ ഉപയോഗിക്കാറില്ല. ഇറ്റ് ഈസ് എ ഫേസർ എന്നാണ് പറയുക. പക്ഷേ ഫോഴ്സ് ആക്സലറേഷനൊക്കെ വരുമ്പോൾ ഇറ്റ് ഹാവ് എ വെക്ടർ കൺസെപ്റ്റ്. സോ വി വിൽ റൈറ്റ് ദി വെക്ടോറിയൽ കൺസെപ്റ്റ് ഓൺ ഇറ്റ്. അപ്പോൾ നമ്മൾ പറയുന്നു എ വെക്ടർ ഫോർമാറ്റ് ഓഫ് ദി കറണ്ട് ഈസ് കോൾഡ് കറണ്ട് ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയാണ്. അതൊന്നും ഇവിടെ പറ്റില്ല. It is an analytic concept, but we call it as current density. It is the vectorial concept of the current. Okay, so how will find the current density? Now, current density means current per area, per cross sectional area. Current density is the current per cross sectional area. Pingin ezhudam, J equals current divided by area. അവിടെയാണ് അടുത്ത എൻട്രൻസിലാണ് ഇതൊക്കെ ഉണ്ടാകുക കേട്ടോ, പ്രശ്നം ഉണ്ടാകുക. J is a vector എന്ന് വരുത്തി തീർക്കാനാണ്, കറണ്ട് വെക്ടർ അല്ല. അപ്പോൾ ഈ വശം അങ്ങനെ കോൺട്രി പാർട്ട് ചെയ്യും. വിൽ ടേക്ക് ഏരിയ ആസ് എ വെക്ടർ, ഏരിയൽ വെക്ടർ. ഏരിയ is treated as a vector. Okay, so the current density is the current per unit area where A is a vector. വെക്ടർ ആകുമ്പോൾ ഏരിയക്ക് ഡിറക്ഷൻ വേണ്ടേ? അതെന്താണ്? വെക്ടർ ഏരിയ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദി ഏരിയ. ഈ ബോർഡിൻ്റെ ഏരിയ നമുക്കുണ്ട്, പക്ഷേ ഏരിയ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡയറക്റ്റഡ് outwards. A vector perpendicularly coming out, diverging out is called the area vector. അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ ഏരിയ വെക്ടർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. So this is one concept of current density. And we have to prove a relation for the current density. And the proof text-ലുണ്ട്. We don't want the proof. Current equals the field divided by the specific resistance. Resistivity മറ്റൊരു പേരാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. So J equals E by rho, അല്ലെങ്കിൽ J equals സിഗ്മ E എന്ന് എഴുതാം അല്ലേ. റെസിപ്രോക്കൽ ഈ റെസിസ്റ്റിവിറ്റി റെസിപ്രോക്കലി കണ്ടക്ടിവിറ്റി. അപ്പോൾ J equals സിഗ്മ E. ജെക്ക് രണ്ട് ഫോർമുലയാണ് നമുക്ക് പഠിക്കാനുള്ളത്. J is the sigma times field, conductivity into field. Conductivity into field is a vector, this is a scalar. Conductivity into field. അല്ലെങ്കിൽ current divided by the area. Current divided by the cross-sectional area vector. That is the concept for J. അപ്പോൾ J എന്ന് പറയുന്ന സംവിധാനത്തിനുള്ള രണ്ട് ഫോർമുലകൾ നമ്മളിവിടെ പഠിക്കുന്നു. ഇനി നമുക്ക് ഇതുപോലെ ആവശ്യം വരുന്നതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ കാൽക്കുലേഷൻ. അത് വളരെ എളുപ്പമാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. You have to study a formula for that.
ഇവിടെ ഞാൻ ബൈഹാർട്ട് പഠിക്കുന്നതിന് പകരം അത് വളരെ സിമ്പിളായിട്ട് സ്റ്റെപ്പിൽ പറഞ്ഞുതരാം. നേരത്തെ വരച്ചാണ് ഒരു ബോഡി ഇവിടെ എത്തുന്നു, അതിൻ്റെ എല്ലാ വെലോസിറ്റിയും നഷ്ടപ്പെട്ട് അടുത്തത് വരെ എത്തുന്നു. സോ ദിസ് ഈസ് ദി ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ നമുക്കൊരു റിലേഷൻ ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ എത്തുമ്പോൾ എൻ്റെ വെലോസിറ്റി എത്രയാണ്? VD. ഇവിടെ എത്തുമ്പോൾ എൻ്റെ വെലോസിറ്റി 0. ഫൈനൽ വെലോസിറ്റി VD. സഞ്ചരിച്ച ദൂരം ലാംഡ. എടുത്ത ടൈം T. ആക്സലറേഷൻ നമുക്ക് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആക്സലറേഷൻ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചല്ലോ. മറ്റേ നമുക്ക് തൊട്ട് മുന്നേ കിട്ടിയത് ആക്സലറേഷൻ ഈക്വൽസ് E/m. That is the acceleration. So we can write the drift velocity in terms of T. So in terms of T എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ tau, relaxation time. tau terms എന്ത് എഴുതാം? V square equals U square plus 2AS. അല്ലെങ്കിൽ നമുക്ക് എസ് വെച്ച് എഴുതിയാൽ അവിടെ ലാംഡ വരും. അല്ലെങ്കിൽ V equals U plus 80 വെച്ച് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ tau വരും. ഏത് വേണമെങ്കിൽ എഴുതാം. നമുക്കിത് എഴുതി വെക്കാം. V equals U plus 80. V drift velocity. U 0 plus A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E/m. So the drift velocity equals E tau/m. Drift velocity equals E tau/m. That is one formula. ഇത് ഉപയോഗിച്ച് ഇതേ ഫോർമുല തന്നെ എൻട്രൻസിൽ എഴുതാറുണ്ട്. അങ്ങനെ വന്ന് എന്ത് വരുന്ന കേക്ക്? V കണ്ടുപിടിക്കണം. VD drift velocity. Initial velocity 0 plus 2 into E/m into distance traveled in between is lambda. So 2E lambda/m. Drift velocity equals, we will get another formula, 2E lambda/m. So these are the two formulas for the drift velocity which we want. Okay. Then ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റി കൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് കറൻറ്റിനെ മറ്റൊരു ഫോർമുല കണ്ടുപിടിക്കാം. എ ഫോർമുല ഫോർ ദി ഇലക്ട്രിക്കൽ കറൻറ്റ്. ഇലക്ട്രിക്കൽ കറൻറ്റ് നമ്മൾ കറൻറ്റ് ഈക്വൽസ് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് എന്നതിന് പകരം ഫിസിക്കൽ പാരാമീറ്റർ വെച്ച് കറൻറ്റ് എത്രയായിരിക്കും, അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ തന്നാൽ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് തന്നു കഴിഞ്ഞാൽ ഹൗ മച്ച് വിൽ ബി ദി കറൻറ്റ്. ഇഫ് യു ആർ ഗെറ്റിംഗ് ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഹൗ മച്ച് വിൽ ബി ദി കറൻറ്റ്. ഓക്കെ. സോ അതിന് നമ്മളൊരു ഫോർമുല എഴുതുന്നു. ദി കറൻറ്റ് ഈക്വൽസ്, ടെക്സ്റ്റിലെ ഫോർമുലയ്ക്ക് ഇപ്പോൾ പണ്ട് കുറേ കാലങ്ങൾക്ക് മുന്നേ ഒരു കുട്ടി പറഞ്ഞ് ഇത് ഓർക്ക് എളുപ്പം ഞങ്ങൾ ഇങ്ങനെയല്ല പഠിക്കാൻ ഭാഷയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി തരക്കേടില്ല എന്ന്. അങ്ങൊരു പറയുന്നു VENA, വീണ. ശരിക്കും ഇതിൻ്റെ ഫോർമുല ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇൻറ്റു ഇലക്ട്രോണിക് ചാർജ് ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു ഏരിയ. അങ്ങനെ പഠിക്കാം. വീണ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇൻറ്റു ഇലക്ട്രോണിക് ചാർജ് ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് ഏരിയ ഇൻറ്റു എ. Okay, number of electrons per unit area into A. So this is the drift velocity, concept of drift velocity. Okay, now come to the next concept. Drift current in the formula which V na drift velocity into electronic charge into number of electrons into A. This is another concept like this is called Drude's formula. A Drude's formula to find the conductivity. We will get that derivation and the conductivity equals E square n tau divided by m. The E square, electronic charge square, and number of electrons per volume, n is the number of electrons per unit volume, relaxation time by mass kitti kayinal you can calculate the conductivity kitti kayinal resistivity calculate cheyyam. Specific resistance अथवा resistivity is 1 by sigma. You can calculate it as m by E square n tau. This is called Drude's formula. വളരെ പ്രധാനപ്പെട്ട ഒരു ഫോർമുലയാണ്. ഫണ്ടമെൻ്റൽ വാല്യൂസിൽ നിന്ന് എങ്ങനെയാണ് സ്പെസിഫിക് റെസിസ്റ്റൻസും കണ്ടക്ടിവിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഐറ്റം is called the mobility. Mobility. Mobility give a physical concept of how mobile the electrons. ആ പർട്ടിക്കുലർ ഫീൽഡിലെ ആ പർട്ടിക്കുലർ മെറ്റീരിയലിലെ ഇലക്ട്രോൺസിനെ എത്ര ഫാസ്റ്റായിട്ട് സഞ്ചരിക്കാൻ പറ്റുമോ വളരെ സ്ലോ ആയിട്ടാണ് സഞ്ചരിക്കുക. മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. So that gives a concept called mobility. If the mobility is high, that means it can move faster,
and low mobility means it can't move faster. And the mobility is defined as the drift velocity divided by the electronic charge. It is defined as the drift velocity divided by the electronic charge. Its unit is the velocity unit വരുന്നത് meter per second. ചാർജിൻ്റെ യൂണിറ്റ് പറയുന്നത് വോൾട്ട് പെർ മീറ്റർ. ചാർജ് അല്ല ഫീൽഡ് ഈക്വൽസ് വോൾട്ട് പെർ മീറ്റർ. So it will be meter molecule meter square by volt per second. So it will be equal to meter square by volt second. This is the unit of the mobility. കുറച്ചുകൂടി വേണമെങ്കിൽ ഇത് എക്സ്പാൻഡ് ചെയ്യാം. ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് നമുക്ക് ഫോർമുലയുണ്ട്. ആ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഫോർമുല ഉപയോഗിച്ചിട്ട് ഫീൽഡ് കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വിൽ ഗെറ്റ് എ ബെറ്റർ ഫോർമുല. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണ്? ഇ ടോ ബൈ എം. ദിസ് ഈസ് ദി ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡിനോമിനേറ്ററിലെ ഇ കൂടി എഴുതുന്നു. ഇ ഗെറ്റ്സ് ക്യാൻസൽസ്. സോ മ്യൂക്കൾസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. മ്യൂക്കൾസ് ഇ ടോ ഡിവൈഡഡ് ബൈ എം. This is another equation for mobility. രണ്ട് ഇക്വേഷൻ നമുക്ക് പഠിക്കാനുള്ളത്. വൺ ഈസ് ദി വെലോസിറ്റി ബൈ ദി ഇലക്ട്രിക് ഫീൽഡ്. മറ്റൊന്ന് ഇ ടോ ബൈ എം, ചാർജ് ഓഫ് ഇലക്ട്രോൺ, റിലാക്സേഷൻ ടൈം ഓഫ് ഇലക്ട്രോൺ ബൈ ദി മാസ് ഓഫ് ദി. ഈ ഫോർമുല വളരെ ഉപയോഗിക്കും. കാരണം ഇ ബൈ എം ഈസ് എ വെരി ഫേമസ് തിങ്. ഇ ബൈ എം ഒരു പാർട്ടിക്കിളിൻ്റെ ഇ ബൈ എം റേഷ്യോ പഴയ തോംസൺ എക്സ്പെരിമെൻറ്റ് വളരെ ഫേമസ് ആണ്. അപ്പോൾ ഇ ബൈ എം റേഷ്യോ എല്ലാ മെറ്റീരിയലും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇ ബൈ എം റേഷ്യോ ഇൻറ്റു ദി റിലാക്സേഷൻ ടൈം വിൽ ഗിവ് ദി മൊബിലിറ്റി. ഓക്കെ. അതുപോലെ ഇത് ചിലപ്പോഴൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ്. മാസ് കൂടുന്തോറും അടുത്തൊരു ചാപ്റ്ററിലാണ് വരിക. ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് പഠിക്കും കമ്മ്യൂണിക്കേഷനിൽ. ഐ മീൻസ് ഇലക്ട്രോണിക്സിൽ. ഇലക്ട്രോൺ ഈസ് ലെസ് മാസീവ്, ഹോൾസ് ആർ മോർ മാസീവ്, വിച്ച് ഹാവ് മോർ മൊബിലിറ്റി. അപ്പോൾ നമ്മൾ പറയും ഇലക്ട്രോണിൻ്റെ മാസ് കുറവുള്ള കാരണം ഇലക്ട്രോൺസ് ആർ മോർ മൊബൈൽ. In a particular field, electrons are more mobile than the protons അല്ലെങ്കിൽ ഹോൾസ്, പോസിറ്റീവ് അയോൺസ് എന്നൊക്കെ നമ്മളവിടെ പഠിക്കും. ഇനി നമുക്കുള്ളത് ഇതിൻ്റെ വാട്ട് വി കോൾ ദി ഡ്രോബാക്സ് അല്ലെങ്കിൽ വയലേഷൻ ഓഫ് ദി ഓംസ് ലോസ് ഓർ കണ്ടീഷൻസ് അറ്റ് വിച്ച് ഓംസ് ലോ ഇസ് നോട്ട് വാലിഡ്. രണ്ട് ചോദ്യങ്ങൾ. ഓംസ് ലോ വാലിഡ് ആണെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ ദി ടെമ്പറേച്ചർ മസ്റ്റ് ബി കോൺസ്റ്റൻറ്റ്. Ohm's law is valid only when the temperature is a constant. അതുകൊണ്ടല്ല പറയുന്നത്. ഓം പറയുന്നത് at a constant temperature the potential is proportional to the current എന്ന് Ohm's law പറയുന്നതിൻ്റെ കാരണം അതാണ്. Potential developed is proportional to the current, constant temperature. അപ്പോൾ എന്തുകൊണ്ട് ടെമ്പറേച്ചർ മാറിയാൽ അവിടെ ഇഷ്യൂസ് ഉണ്ടാകുന്നു? എന്തൊക്കെ ഇഷ്യൂസാണ് ഉണ്ടാകുന്നത്? കുറച്ചധികം എൻട്രൻസിൽ ചോദ്യങ്ങളുണ്ട്. ടെമ്പറേച്ചർ മാറുമ്പോൾ ബേസിക്കലി എന്ത് സംഭവിക്കുന്നു? സാമ്പിൾ എടുത്തു, ഞാൻ ചൂടാക്കാൻ തുടങ്ങി. അപ്പോൾ വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദി ഇൻറ്റേർണൽ എനർജി ഇൻക്രീസസ്. ഇൻറ്റേർണൽ എനർജി ഓഫ് ദി മോളിക്യൂൾസ് ആറ്റംസ് ഇൻക്രീസസ്. ഒന്നാമത്തേത് ഇൻറ്റേർണൽ എനർജി ഇൻക്രീസസ്. ഇൻറ്റേർണൽ എനർജി ഇൻക്രീസസ്, ഇറ്റ് വിൽ വൈബ്രേറ്റ് മോർ റാപ്പിഡ്ലി. ഇവിടെ ഇരിക്കുന്ന ഒരു റെസിഡ്യൂവൽ ആറ്റം അല്ലെങ്കിൽ ശരിക്കുള്ളൊരു ആറ്റം ഇങ്ങനെ റാപ്പിഡായിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. വൈബ്രേഷൻ ഇൻക്രീസസ്. ഓക്കെ, വൈബ്രേഷൻ ഇൻക്രീസസ്. അപ്പോൾ അടുത്ത സ്റ്റേജ് എന്തുണ്ടാകുന്നു? ഇങ്ങനെ വരുന്ന ഒരു ഇലക്ട്രോൺ ഇതിനെ മറികടന്ന് ഇപ്പുറത്തേക്ക് കടക്കണം, ഇടി കിട്ടാണ്ട് കറക്കണം. അതല്ലേ ഡ്രിഫ്റ്റിംഗ്. ബട്ട് വെൻ ദി വൈബ്രേഷൻ ഈസ് ഫാസ്റ്റർ ദി ചാൻസ് ഓഫ് കൊളിഷൻ ഈസ് വെരി ഹൈ. അങ്ങനെയല്ലേ? ഭയങ്കര ഫാസ്റ്റായിട്ട് വരുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കടക്കാൻ പറ്റുന്നില്ല, കൊളിഷൻ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നു ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇൻറ്റേർണൽ എനർജി കൂടുന്നു, വൈബ്രേഷൻ കൂടുന്നു. അപ്പോൾ നമ്പർ ഓഫ് കൊളിഷൻസ് കൂടുന്നു. നമ്പർ ഓഫ് കൊളിഷൻസ് കൂടിയാൽ റിലാക്സേഷൻ ടൈം കുറയുന്നു. ഡ്രിഫ്റ്റ് വെലോസിറ്റി കുറയുന്നു. അല്ലേ? വെലോസിറ്റി കുറയുന്നു. ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല, ഇടികൂടി ഡ്രിഫ്റ്റ് വെലോസിറ്റി കുറയുന്നു. എന്തൊക്കെ പറഞ്ഞു? ചൂടാക്കിയാൽ ഇൻറ്റേർണൽ എനർജി കൂടുന്നു, വൈബ്രേഷൻ കൂടുന്നു, ഇടിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ നമ്പർ ഓഫ് കൊളിഷൻസ് കൂടുന്നു, റിലാക്സേഷൻ ടൈം കുറയുന്നു, മീൻ ഫ്രീ പാത്ത് കുറയുന്നു, ഡ്രിഫ്റ്റ് വെലോസിറ്റി കുറയുന്നു, കറൻറ്റ് കുറയുന്നു. 7 പോയിന്റും നന്നായി പഠിക്കണം. കറൻറ്റ് കുറയുന്നു. അപ്പോൾ ഇത് കണ്ടീഷൻ. ടെമ്പറേച്ചർ കൂടുമ്പോൾ കറൻറ്റ് കുറയുന്നു, റെസിസ്റ്റൻസ് കൂടുന്നു.
അൾട്ടിമേറ്റ് ആയിട്ട് റെസിസ്റ്റൻസിലേക്കാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നു. മെറ്റൽസിലായി പറയുന്നത് കേട്ടോ. ലിക്വിഡ്സിൽ വേറെ കണ്ടീഷൻസാണ്, കൺസെപ്റ്റ്സാണ്, അതൊക്കെ വേറെയാണ്. ഡിഫ്യൂഷൻ കറണ്ടൊക്കെ വേറെയാണ്. സോ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദി റെസിസ്റ്റൻസ് ആൻഡ് ടെമ്പറേച്ചർ? ദി റെസിസ്റ്റൻസ് ഈക്വൽസ് ദി റെസിസ്റ്റൻസ് അറ്റ് 0 degree absolute temperature resistance into 1 plus alpha t plus beta t square ഇങ്ങനെ പോകുന്നത്. നമ്മുടെ ഒരു +2 ലെവൽ ആക്യുറസിയിൽ ഇതൊന്നും വേണ്ട. We will write that R equals R0 into 1 plus alpha t. Alpha is called temperature coefficient of resistance. Temperature coefficient of resistance. For metals it is positive. For liquids it is negative. നെഗറ്റീവ് ആയിട്ട് റെസിസ്റ്റൻസ് കുറയും, ലിക്വിഡ്സിൽ കുറയുന്നു. പക്ഷേ സോളിഡ്സിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നു. ബിക്കോസ് ആൽഫ ഈസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി, ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്. ഓക്കെ, അടുത്തത് ഇനി എവിടെയാണ് ഇതിൻ്റെ ഡ്രോബാക്ക്? രണ്ടാമതൊരു ഡ്രോബാക്ക് കൂടി ഇതിനുണ്ട്. നമ്മൾ പറയുന്ന വി ഐ അല്ലെന്താ പറയുന്നത്, വി പ്രൊപ്പോർഷണൽ ടു ഐ എന്നല്ലേ ഓംസിലോ പറഞ്ഞത്. ടെമ്പറേച്ചറിന് വിട്ട് കളഞ്ഞാൽ വി ഐ ഈസ് എ കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ ഉടനെ അടുത്ത പ്രശ്നം പറയുന്നു വി ഐ ഈസ് നോട്ട് എ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് മുഴുവൻ അങ്ങോട്ട് ശരിയൊന്നല്ല. ഈ വി ഐ ഈസ് എ കോൺസ്റ്റൻറ്റ്, ഇഫ് യു ആർ ഡ്രോയിങ് എ ഗ്രാഫ് വിത്ത് വി വേഴ്സസ് ഐ, it must be a straight line. If you are drawing a graph v versus I, it must be a straight line, and there are many materials which is not showing a straight line. കുറച്ച് ദൂരമൊക്കെ സ്ട്രെയിറ്റ് ആയി കാണിക്കും, കുറേയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞത് പതുക്കെ ഇങ്ങനെ വളയാനൊക്കെ തുടങ്ങുന്നു. പല മെറ്റീരിയലുകളും വളയാൻ തുടങ്ങുന്നു. ടെമ്പറേച്ചർ മാറുമ്പോൾ വളയലല്ല, അല്ലാതെ തന്നെ വളയാൻ തുടങ്ങുന്നു. അപ്പോൾ ദിസ് ഈസ് എ ലിമിറ്റേഷൻ ഓഫ് ഓംസ് ലോ. V by I is a, or V proposed I is not a constant, unique constant always. Most cases it is a constant, but it may violate. Okay, അപ്പോൾ നമുക്ക് ഈ കണ്ടീഷൻസ് ഒന്ന് നോക്കി നോക്കണം. ഓംസ് ലോ വയലേറ്റ് ചെയ്യുന്നത് ഇത് ആരാണ്? There are certain devices which is not obeying the Ohm's law. Say transistor, diode എന്നിങ്ങനെ കുറേ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല. ഒരു ഡയോഡിൻ്റെ വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക് വരച്ചാൽ ഇതിങ്ങനെയാണ് വരിക. ദി റെസിസ്റ്റൻസ് സ്ലോപ്പ് റെസിസ്റ്റൻസ് ചേഞ്ചസ്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊന്നാണ് വേറെ ചില മെറ്റീരിയൽ. ഇപ്പോൾ ഡയോഡ് തന്നെ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക് വരച്ചാൽ നോക്കിക്കേ, ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക് ഇങ്ങനെ വയലേറ്റിംഗ് ഓംസ് ലോ. റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക് ഓൾസോ വയലേറ്റിംഗ് ഓംസ് ലോ. റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക് ഇങ്ങനെയാണ് വരിക. നമ്മൾ മറ്റൊരു ചാപ്റ്ററിൽ പഠിക്കും ഡയോഡിൻ്റെ ഫോർവേഡ് ഗ്രാഫ് ആൻഡ് റിവേഴ്സ് ഗ്രാഫ്, പോസിറ്റീവ് വോൾട്ടേജ് നെഗറ്റീവ് വോൾട്ടേജ്. ഇവിടെ നോക്ക്, ഈ റീജിയൻസ് നോക്കൂ. വോൾട്ടേജ് ഈസ് എ കോൺസ്റ്റൻറ്റ്, ബട്ട് കറണ്ട്, ദിസ് ഈസ് ദി കറണ്ട് ആക്സിസ്, ദിസ് ഈസ് ദി വോൾട്ടേജ് ആക്സിസ്. കറണ്ട് ഈസ് സഡൻലി ഇൻക്രീസിങ്, വോൾട്ടേജ് ഈസ് നോട്ട് ചേഞ്ചിങ്. Voltage is not changing, but current is gradually increasing, suddenly increasing. But there are some devices in which voltage is a constant and current is varying. അപ്പോൾ ഈ ലോ അവിടെ പോയി. Voltage current variation is not obeying, the Ohm's law is not obeying by this type graph. Reverse characteristic of a diode, it is not obeying. Forward characteristic of a diode, transistor അവർക്കൊക്കെ ഇങ്ങനെയാണ്. ഇനിയും ഒരു സ്ഥലത്ത് കൂടി ഇത് വയലേറ്റ് ചെയ്യുന്നതായിട്ട് പഠിക്കാനായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ആവശ്യപ്പെടുന്നു. ദാറ്റ് ഈസ് സർട്ടൻ ഡിവൈസ്. ഫോർ എക്സാമ്പിൾ തൈറിസ്റ്റർ എന്ന് പേരായ ഒരു ഉപകരണം, തൈറിസ്റ്റർ. അതുപോലെ കുറേ സാധനങ്ങളുണ്ട്. അതിൻ്റെ വോൾട്ടേജ് കറണ്ട് ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ആദ്യം ഗ്രാഫ് ഇങ്ങനെ കൂടുന്നു, ഹാപ്പി ആയല്ലേ, ഓംസ് ലോ ഒബേ ചെയ്യുന്നു. പെട്ടെന്ന് ഈ ഗ്രാഫ് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് പോകും. ഗ്രാഫ് ഒന്ന് വളഞ്ഞ് പിന്നാക്കം പോരുന്നു. അത് പറ്റില്ലല്ലോ. നമ്മളനുസരിച്ച് വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടണം. ഇവിടെ എന്തുണ്ടായി, അല്ലെങ്കിൽ കറണ്ട് കൂടുമ്പോൾ ഇങ്ങനെയല്ലേ പറഞ്ഞേ, കറണ്ട് കൂടുമ്പോൾ വോൾട്ടേജ് കൂടണം. കറണ്ട് കൂടുമ്പോൾ വോൾട്ടേജ് കൂടി ഇവിടം വരെ, പിന്നെ കറണ്ട് കൂടിയപ്പോൾ വോൾട്ടേജ് കുറയുക ചെയ്തേ അല്ലേ. ഇവിടെ ഈ റീജിയനിൽ കറണ്ട് കൂടിയപ്പോൾ വോൾട്ടേജ് കുറയുക ചെയ്ത്, പിന്നെ കറണ്ട് കൂടിയപ്പോൾ വോൾട്ടേജ് കൂടി. അപ്പോൾ ഈ ഒരു റീജിയനിൽ when current increases, voltage decreases. ഈ റീജിയനിൽ when current increases, voltage increases. മോർ ദാൻ ദാറ്റ് നോക്ക്, ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് നേരെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ 2 currents are possible.
2 currents are possible, which is also impossible. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വയലേഷൻസ്, ദിസ് ടൈപ്പ് ഓഫ് വയലേഷൻസ്. ഓക്കെ, തൈറിസ്റ്റർ എന്ന് പേരായ ഒരു ഡിവൈസിലാണ് ഇത് കണ്ടുവരുന്നത്. ആൻഡ് ദിസ് റീജിയൻ ഈസ് കോൾഡ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ, ഡയനാട്രോൺ റീജിയൻ എന്നൊക്കെ വിളിക്കാം. Dynatron region, negative resistance region. So this is the concepts behind the concepts connected with the what we can call as the drift velocities. Drifting mai bandappetulla korchu karyanga, Ohm's laws and drifting. Now you can pass to the next concept. That is the how a resistance is marked. At the topic text le how the resistance is marked. സാധാരണ കാർബൺ റെസിസ്റ്റൻസ് മേടിക്കുമ്പോഴാണ് നമ്മൾ റെസിസ്റ്റൻസ് കളർ കോഡുകൾ വെച്ച് മാർക്ക് ചെയ്യുന്നത്. പല കളറുകളിൽ വരെ ബാൻഡുകൾ കാണാം. ആ ബാൻഡുകൾ ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ റെസിസ്റ്റൻസുകൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ എഴുതാൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കണേ എന്ന് നമുക്ക് നോക്കണം. ഒരു കാർബൺ റെസിസ്റ്റൻസ് എടുത്താൽ ഇറ്റ് മേ ഹാവ് എ കളർ ബാൻഡ്. And there will be second color band, 2 color ബാൻഡുകൾ. Sometimes there will be a third color band, not compulsory. And കുറച്ച് നീങ്ങിയിട്ട് മറ്റേ അറ്റത്തായിട്ട് there may be one more color band. Okay, these are the color bands. മനസ്സിലായോ? 3 കളർ ബാൻഡും മറ്റേറ്റത്ത് കളർ ബാൻഡും. ഈ 2 കളർ ബാൻഡ് കമ്പൾസറി. ഇത് ചിലപ്പോൾ ഉണ്ടാവില്ല, ഇത് ചിലപ്പോൾ ഉണ്ടാവില്ല. ഈ കളർ ബാൻഡ് നോക്കിയിട്ട് എങ്ങനെയാണ് കളറുകൾ അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ തീരുമാനിക്കുന്നത്? +2 വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്നതിന് വലിയ റെലവൻസ് ഒന്നുമില്ല. മിക്കവാറും റെസിസ്റ്റൻസ് ഒക്കെ എഴുതിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ കുറച്ച് ചൂടായ കളർ കോഡ് പോകും. ബട്ട് വി ഹാവ് ടു സ്റ്റഡി ദി കളർ കോഡ്. അതിനൊരു ചാർട്ട് ഉണ്ട്, ആദ്യമേ പഠിക്കേണ്ട അതാണ്. ബ്ലാക്ക് സ്റ്റാൻഡ്സ് ഫോർ 0. ദെൻ ദി ബ്രൗൺ സ്റ്റാൻഡ്സ് ഫോർ 1. Red 2, orange 3, yellow 4, green 5. അത് കഴിഞ്ഞാൽ blue 6, violet 7, grey 8, വൈറ്റ് 9. ബ്ലാക്കിൽ തുടങ്ങി വൈറ്റിൽ അവസാനിക്കുന്ന 9 കളേഴ്സ്. അടുത്ത കാലത്തായിട്ട് അതിൽ 2 കൂടിയും ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പണ്ടതുണ്ടായിരുന്നില്ല. ദാറ്റ് ഈസ് ഗോൾഡ് -1, സിൽവർ -2. ദീസ് ആർ ദി കളേഴ്സ്. ഈ കളർ ഉപയോഗിച്ച് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അതാണ് നമ്മുടെ ചോദ്യം. ഇത് ബൈ ഹാർട്ട് പഠിച്ചേ പറ്റൂ. ഒന്നുകിൽ എന്തെങ്കിലും സൂത്രവാക്യങ്ങളോ അല്ലെങ്കിൽ ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി നമ്മുടെ വിബ്ജ്യോർ വയലറ്റ്, ഇൻഡിഗോയും വയലറ്റും തിരിച്ചറിയാത്തതുകൊണ്ട് ഇൻഡിഗോ വിട്ട് കളഞ്ഞു. വയലറ്റ് ബ്ലൂ, ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ്. എ പാർഷ്യൽ ബ്ലാക്ക് ഈസ് കോൾഡ് ബ്രൗൺ, ഫുൾ ബ്ലാക്ക് 0, ഈ അറ്റത്ത് ഫുൾ വൈറ്റ്. അപ്പോൾ വൈറ്റിൽ നിന്ന് തുടങ്ങി ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് ബ്ലൂ അങ്ങനെ പോയി മറ്ററ്റം വരെ എത്തുന്നു. അപ്പോൾ അങ്ങനെ എഴുതുന്നത് എഴുതാം. എങ്ങനെയാണ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചേ പറ്റും. ഇനി നമ്മുടെ പ്രശ്നം എങ്ങനെയാണിത് കാൽക്കുലേറ്റ് ചെയ്യുക? ഓക്കെ, ഇവിടെ നോക്കാം. ഫസ്റ്റ് 1 ഗിവ്സ് ദി ഫസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് 1 ഇത് റെഡ് കളർ ആണെങ്കിൽ ഉടനെ നമ്മൾ 2 എന്ന് എഴുതി, റെഡിൻ്റെ നമ്പർ 2. സെക്കൻഡ് ബാൻഡ് ഗിവ്സ് ദി സെക്കൻഡ് ഡിജിറ്റ്. സെക്കൻഡ് ബാൻഡ് ബ്ലൂ ആണെങ്കിൽ ഉടനെ ഞാൻ എഴുതി 6. സെക്കൻഡ് ബാൻഡ് ഗോൾഡ് വരില്ല, -1 അവിടെ വരില്ല. അപ്പോൾ ഫസ്റ്റ് ബാൻഡ്, സെക്കൻഡ് ബാൻഡ്. തേർഡ് ബാൻഡ് ഇൻഡിക്കേറ്റ്സ് ദി പവർ ഓഫ് ദി ഓർ എക്സ്പൊണൻറ്റ് ഇൻ സയൻറ്റിഫിക് നൊട്ടേഷൻ ഇൻറ്റു 10 raised to തേർഡ് ബാൻഡ്. അപ്പോൾ ഇത് ഞാൻ ബ്ലൂ എഴുതി. തേർഡ് ദിവസം യെല്ലോ ആണെന്ന് എഴുതുക, യെല്ലോ ഉടനെ ഞാൻ എഴുതും 10 raised to 6. യെല്ലോ സ്റ്റാൻഡ്സ് ഫോർ 4, സോ 10 raised to 4 എന്ന് മനസ്സിലായ. ഫസ്റ്റ് ബാൻഡ് ഫസ്റ്റ് ഡിജിറ്റ്, സെക്കൻഡ് ബാൻഡ് സെക്കൻഡ് ഡിജിറ്റ്, തേർഡ് ബാൻഡ് ദി പവർ ഓഫ് 10. പവർ ഇല്ല എന്ന് എഴുതുക, 26 ohms ആണെന്ന് എഴുതുക, തേർഡ് ബാൻഡ് വേണ്ട.
ചിലർ 10 ബ്ലാക്ക് എന്ന് എഴുതുന്നവരുണ്ട് കേട്ടോ. തേർഡ് ബാൻഡ് ബ്ലാക്ക് ആണെങ്കിൽ 10⁻0. തേർഡ് ബാൻഡ് ഗോൾഡ് ആണെങ്കിൽ 10⁻1. കാരണം ചെറിയ റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാവാൻ തുടങ്ങിയപ്പോഴാണ്. 0.28 നിങ്ങൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? 0.28 ഇവിടെ നമ്മൾ പറയുന്നു 28 × 10⁻². 2 stands for red, 8 stands for grey, and -2 stands for silver. ഇങ്ങനെ നമുക്ക് എഴുതാം. 2 ഡെസിമൽ വരെ പറ്റുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് പറ്റില്ല. 280 അല്ല 0.028 പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. അതിന് കാരണം കാർബൺ റെസിസ്റ്റൻസിൽ അത്ര ലോ വാല്യൂസ് പറ്റില്ല. കാർബൺ റെസിസ്റ്റൻസ് ഫോർ ബിഗ് വാല്യൂസ്, സ്മോൾ വാല്യൂസിനല്ല. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അടുത്ത കാലത്താണ് ഇതന്നെ വന്നത്. ഓക്കെ, 3 കഴിഞ്ഞു. എഴുതാമെന്ന് തോന്നുന്നു. നിങ്ങളിങ്ങനെയൊന്ന് നോക്കി നോക്കിയേ. ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ എഴുതാൻ പറ്റുമെന്ന് നോക്കി നോക്കിയേ. റെഡ്, യെല്ലോ, ബ്രൗൺ. Suppose the color code is red, yellow, brown. What is the value? Red 2, yellow 4, brown 10⁻1. That means 240 ohms. 240 ohms. ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബ്രൗൺ എത്രയായിരിക്കും? 1 × 10⁻1. That is means 10 ohm. അപ്പോൾ ഈ കളർ അറിയാമെങ്കിൽ ഇത് എഴുതാം. Now what about the next one? ലാസ്റ്റ് വണ്ണിലെ 3 ഓപ്ഷനാണ്. ഐദർ നോ ബാൻഡ് ഓർ സംടൈംസ് ഗോൾഡൻ ബാൻഡ്, സംടൈംസ് ദി സിൽവർ ബാൻഡ്. നോ ബാൻഡ്, ഗോൾഡൻ ബാൻഡ്, സിൽവർ ബാൻഡ്. നോ ബാൻഡ് മീൻസ് ഇത് ദിസ് കോൾഡ് ദി ടോളറൻസ് ബാൻഡ്. ഫസ്റ്റ് ഡിജിറ്റ് ബാൻഡ്, സെക്കൻഡ് ഡിജിറ്റ് ബാൻഡ്, എക്സ്പോണൻറ്റ് ബാൻഡ്, ദെൻ ദി ടോളറൻസ് ബാൻഡ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു റെസിസ്റ്റൻസ് ഉണ്ടാക്കി 240 ohm. ഉടനെ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, ഇസ് ഇറ്റ് എക്സാക്ട്ലി 240? ഇസ് ഇറ്റ് എക്സാക്ട്ലി 240? അപ്പോൾ പറഞ്ഞു അല്ല, കൃത്യമൊന്നല്ല. സോ ഹൗ മച്ച് ദി എക്സ്പെക്റ്റഡ് വേരിയേഷൻ? ഭയങ്കര ശ്രദ്ധയോടുകൂടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എ മിനിമം വേരിയേഷൻ. കുറച്ച് ലോ ക്വാളിറ്റി മെറ്റീരിയൽ ആണെങ്കിൽ നല്ല വേരിയേഷൻ ഉണ്ടാകും അല്ലേ? അതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആവശ്യകത അനുസരിച്ച് ചില സമയത്ത് അത്ര എക്സാക്ട്ലി വേണ്ടില്ല. നിങ്ങളുടെ വീട്ടിലൊരു നക്ഷത്രം കത്തിക്കണം. ഇത് ക്രിസ്മസ് സീസണാണ്, ഇവിടെയൊക്കെ നക്ഷത്രം കത്തുന്നുണ്ട്. നക്ഷത്രം ഒരു LED ബൾബ് ഇടണം. അതിലൊരു റെസിസ്റ്റൻസ് വേണം. അതിന് വലിയ ആക്യുറസി ഒന്നും വേണ്ട. എന്താ കാരണം? കുറച്ച് റെസിസ്റ്റൻസ് കൂടിയാലും കുറഞ്ഞാലൊക്കെ ബൾബ് കത്തിവിടും. അപ്പോൾ അത്ര ആക്യുറസി ശ്രദ്ധ വേണ്ട. അപ്പോൾ ഇത്തിരി വില കുറഞ്ഞ റെസിസ്റ്റൻസ് ഉപയോഗിക്കാം. അതേസമയം നിങ്ങളൊരു ടെലിവിഷൻ സെറ്റ് ഉണ്ടാക്കുന്നു. അതിൻ്റെ ട്യൂണിങ് സർക്യൂട്ട് ഇറ്റ് മസ്റ്റ് ബി വെരി 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 പെർഫെക്റ്റ്. സോ ദി റെസിസ്റ്റൻസ് മസ്റ്റ് ബി എക്സാക്റ്റ്. അതിനുള്ളൊരു ഇൻഡിക്കേഷനാണിത്. അതിൽ 3 വാല്യൂസാണ്, 3 പ്രോബബിൾ വാല്യൂസാണ് അതിലുണ്ടാകുക. ആ 3 പ്രോബബിൾ വാല്യൂസ് ഏതാണെന്ന് നോക്കിയൊക്കെ. ഒന്ന്, നോ കളർ. ഇഫ് ദർ ഈസ് നോ കളർ ഇറ്റ് മീൻസ് 20% വേരിയേഷൻ. We are expecting a 20% variation if there is no color. And if there is a silver band, the no color. No band. No band means E240 plus or minus 20%. Means തീരെ ശ്രദ്ധയില്ലാതെ ഉണ്ടാക്കിയ അല്ലെങ്കിൽ തീരെ പ്രാധാന്യം കൊടുക്കാതെ ഉണ്ടാക്കിയ ഒരു റെസിസ്റ്റൻസ് വയർ. If it is silver, 10% variation. If it is silver, it means 10% variation. എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 10% വ്യത്യാസം ഉണ്ടാകാം. ഗോൾഡ് ആകുമ്പോൾ കുറച്ചും കൂടി കോസ്റ്റ്ലി മെറ്റീരിയൽ അല്ലേ? 5% വേരിയേഷൻ. എത്ര വേരിയേഷൻ ഉണ്ട്? ഗോൾഡ് 5%, കുറേ കൂടി ആക്യുറേറ്റ്. സിൽവർ ഇത്തിരി വില കുറഞ്ഞ ആൾ, അപ്പോൾ ഇത്തിരി ആക്യുറസി കുറവ് 10%. നോ കളർ പറയാനില്ല. 20% വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മിസ്റ്റേക്കാണ്. 240 20% വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കംസ് ആസ് 20 വേരിയേഷൻ. അപ്പോൾ 200-നും 240 അല്ലെങ്കിൽ 220-ക്കും 240 20% വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 48. 200-നും 300-നും അപ്രോക്സിമേറ്റ്ലി 200-നും 300-നും ഇടയിലാണെന്ന്. ആകെ 100-ആണ് 200 ഉള്ളത്. ഹൈ വേരിയേഷൻ. അപ്പോൾ നോ ടോളറൻസ്. നോ ടോളറൻസ് എന്ന് പറഞ്ഞാൽ ടോളറൻസ് ഇല്ല എന്നല്ല അർത്ഥം. ടോളറൻസ് പറയാൻ നമുക്ക് പറ്റുന്നില്ല. നോ ടോളറൻസ് മീൻസ് വി കാൺട്ട് സേ വാട്ട് ഈസ് ദി ടോളറൻസ്. ഓക്കെ, സോ ദിസ് ഈസ് ദി കൺസെപ്റ്റ്.
ഒരു കൺസെപ്റ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം അവസാനിക്കുകയാണ്. ദാറ്റ് ഈസ് ദി കൺസെപ്റ്റ് ഓഫ് ദി സൂപ്പർ കണ്ടക്ടേഴ്സ്. ഇന്ന് അടുത്ത കാലങ്ങളിൽ വളരെ പോപ്പുലറായിട്ട് വരുന്ന ഒരു സംഭവമാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി. സൂപ്പർ കണ്ടക്ടിവിറ്റി എന്താണ്? ടെമ്പറേച്ചർ കുറഞ്ഞ് certain materials or certain chemical combinations, special alloys, as the temperature decreases, the resistivity decreases. ടെമ്പറേച്ചർ കുറയുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറഞ്ഞു വരുന്നു. അങ്ങനെ കുറഞ്ഞ് വെരി വെരി ലോ ടെമ്പറേച്ചർ എത്തുമ്പോൾ സഡൻലി ഇറ്റ് ഷോസ് എ നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ് ഓർ ദി കണ്ടക്ടിവിറ്റി ഹൈലി ഇൻക്രീസസ് അറ്റ് വെരി ലോ ടെമ്പറേച്ചർ. അതായത് ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം എൻട്രൻസിൻ്റെ ആവശ്യത്തിന്. നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുകയാണ്. ദിസ് ഈസ് ദി അബ്സല്യൂട്ട് സീറോ കെൽവിൻ. ദിസ് ഈസ് 273 റൂം ടെമ്പറേച്ചർ. റെസിസ്റ്റൻസ് ഇങ്ങനെയാണ് നിൽക്കുന്നത്. നമ്മൾ വരച്ചു. ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ കുറയുന്നതോറും റെസിസ്റ്റൻസ് കുറഞ്ഞ് വന്ന് 0 ഡിഗ്രിയിലെത്തുമ്പോൾ 0 റെസിസ്റ്റൻസ് ആണ്. ഇത് നമ്മൾ എക്സ്പെക്റ്റഡ് ആണ്. ബട്ട് വെൻ ദി എക്സ്പീരിയൻസ് വേർ ഡൺ, ദിസ് ഡൺ ബൈ ദി കാമർലിംഗ്-ഗോൺസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഇത് നോക്കിയപ്പോൾ അയാൾ കണ്ടു ഒരു ടെമ്പറേച്ചർ എത്തുമ്പോൾ പെട്ടെന്ന് ഇതിങ്ങനെ വളയുന്നു. സഡൻലി അറ്റ് ദാറ്റ് പർട്ടിക്കുലർ ടെമ്പറേച്ചർ സഡൻലി ഇറ്റ് ലോസസ് all its resistance. This temperature is called the critical temperature, TC, critical temperature. അവിടെ നമുക്ക് മെറ്റീരിയൽ റെസിസ്റ്റൻസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is no heat wastage. എന്നാൽ ഹീറ്റ് വേസ്റ്റ് എന്താ? I²R. കറണ്ട് കടന്നു പോകുമ്പോൾ നല്ലൊരു ശതമാനം എനർജി ഹീറ്റ് എനർജി ആയിട്ട് വേസ്റ്റ് ആകുന്നുണ്ട്, നല്ലൊരു ശതമാനം എനർജി. ബട്ട് ഹിയർ ഇറ്റ് ഷോസ് ദാറ്റ് if there is no resistance there is no heat lost. അപ്പോൾ there is no wastage of energy. ഞാനൊരു സിസ്റ്റത്തിലേക്ക് എനർജി കൊടുത്താൽ ആ എനർജി മുഴുവൻ എനിക്ക് യൂട്ടിലിറ്റി ആയിട്ട് കിട്ടും. അൺനെസസറി ഹീറ്റ് അവിടെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ വേസ്റ്റേജ് കുറയുന്നു. എ ബാറ്ററി ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ്. സോ ദി സയൻറ്റിസ്റ്റ് വേർ വെരി 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 മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ സൈഡ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ ബെൻഡ് കുറച്ചുകൂടി ഇങ്ങനെ നീക്കിക്കൊണ്ടുവരാൻ പറ്റുമോ? കാരണം അബ്സല്യൂട്ട് സീറോയിൽ ഇത് കിട്ടിയിട്ട് കാര്യമില്ല. നമ്മൾ സാധാരണ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ ഇത് വെക്കാൻ പറ്റുമോ? Now we have many materials which shows this band nearly the room temperature. അങ്ങനെ നമ്മൾ പലയിടത്തും ഇത് ഉപയോഗിക്കുന്നുണ്ട്. എക്സാക്ട്ലി റൂം ടെമ്പറേച്ചറിൽ ഇത് കിട്ടിയിട്ടില്ലെങ്കിലും ക്ലോസ് ടു റൂം ടെമ്പറേച്ചർ വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. മേ ബി ഇൻ ഫ്യൂച്ചർ വി വിൽ ഗെറ്റ് ദി മെറ്റീരിയൽ വിച്ച് ഷോസ് ദി സൂപ്പർ കണ്ടക്ടിവിറ്റി ഇൻ സേ 0 ഡിഗ്രിയിലോ 10 ഡിഗ്രിയിലൊക്കെ കാണിക്കുന്ന മെറ്റീരിയൽ ഉണ്ടായേക്കാം. സോ ദിസ് ഇസ് ദി കൺസെപ്റ്റ് ഓഫ് സൂപ്പർ കണ്ടക്ടിവിറ്റി. മീൻസ് at a very low temperature suddenly it loses all its resistance and the resistance becomes 0 and the conductivity become very high infinity. Now one more question, why it is? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്? ആദ്യകാലത്ത് പ്രെഡിക്റ്റ് ചെയ്തത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇവിടെ പഠിക്കേണ്ടത്. ഒരു മെറ്റീരിയലിൽ ഇലക്ട്രോൺസ് പോകുമ്പോൾ ലാറ്റിസ് വൈബ്രേഷൻസ് ഉണ്ട്. ഇവിടെയുള്ള റെസിഡ്യുവൽ ആറ്റം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതും ഇടിച്ചിട്ട് തെറിക്കുന്നുണ്ട്. ടെമ്പറേച്ചർ കുറയുമ്പോൾ തന്നെ വൈബ്രേഷൻ കുറയും അല്ലേ? നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. ടെമ്പറേച്ചർ കുറയുമ്പോൾ വൈബ്രേഷൻ കുറയും. അറ്റ് എ വെരി ലോ ടെമ്പറേച്ചർ ഇറ്റ് ഓൾമോസ്റ്റ് സ്റ്റോപ്സ് ഇറ്റ്സ് വൈബ്രേഷൻ. അനങ്ങാൻ പറ്റാണ്ടാവും. അതിൻ്റെ എനർജി കുറയുന്നു. വൈബ്രേഷൻ ഇസ് വെരി മച്ച് നെഗ്ലിജിബിൾ സ്മോൾ. സോ ദി ഇലക്ട്രോൺസ് ക്യാൻ ഗോ ത്രൂ ഇറ്റ് വിത്തൗട്ട് കൊളൈഡിങ് ഇലക്ട്രോൺസിന് കടന്നു പോകാൻ പറ്റും. അപ്പോൾ ദർ ഇസ് നോ എന്താണ് പറയുക, അവിടെ ഒരു തടസ്സമില്ല, ഒബ്സ്റ്റക്കിൾസ് ഇല്ല. സോ ഇലക്ട്രോൺസ് വിൽ മൂവ്. ഒബ്സ്റ്റക്കിൾ ഇല്ലാണ്ടാകുമ്പോൾ റെസിസ്റ്റൻസ് ഇല്ല, കറണ്ട് വളരെ പെട്ടെന്ന് കൂടുന്നു. ഇതാണ് എക്സ്പെക്റ്റഡ്. പക്ഷേ കാമർലിംഗ്-ഗോൺസ് എക്സ്പെരിമെൻറ്റ് നടത്തിയപ്പോൾ ഹി ഫൗണ്ട് ദാറ്റ് ഈവൻ വിത്തൗട്ട് ദിസ് സിറ്റുവേഷൻ സം മെറ്റീരിയൽസ് ആർ ഷോയിങ് ദി സൂപ്പർ കണ്ടക്ടിവിറ്റി. ഈവൻ വിത്തൗട്ട് ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മെറ്റീരിയൽസ് ഈ ലാറ്റിസ് വൈബ്രേഷൻ നിൽക്കുന്നതിന് മുന്നേ തന്നെ അതിലെ ഹൈ കണ്ടക്ടിവിറ്റി കാണിക്കുന്നു, ലോ റെസിസ്റ്റൻസ്. ഓക്കെ, ബെർഡിൻ അയാളാണ് ഇതിൽ കുറച്ചധികം കാര്യങ്ങൾ ചെയ്ത ഒരാൾ. ഹി ഗോട്ട് ദി നോബൽ പ്രൈസ് ഫോർ ഇറ്റ്. ഫിസിക്സിൽ 2 നോബൽ സമ്മാനം ഒരുമിച്ച് വാങ്ങിയുള്ള ഒരു മനുഷ്യനാണത്. ഓക്കെ, ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചതിനും സൂപ്പർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിച്ചതിനും അദ്ദേഹം ഇതിനൊരു കാരണം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈവൻ ദോ ദർ ഈസ് എ വൈബ്രേഷൻ, ലാറ്റിസ് വൈബ്രേഷൻ, ഇറ്റ് ഷോസ് എ ഹൈ റെസിസ്റ്റിവിറ്റി. അറ്റ് ലാസ്റ്റ് വി ഫൗണ്ട് ദാറ്റ് ഇറ്റ് ഈസ് സംതിങ് കോൾഡ് ദി കൂപ്പർ പെയർ. അപ്പോൾ ഇൻട്രസ്റ്റിലെ ചോദ്യമാണിത്, വാട്ട് ഈസ് എ കൂപ്പർ പെയർ?
ഒരു പ്രത്യേക ടെമ്പറേച്ചർ എത്തുമ്പോൾ, ഈ ടെമ്പറേച്ചർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, വളരെ രസകരമായ ഒരു കാര്യം നടക്കുന്നതായിട്ട് അവർ കണ്ടുപിടിച്ചു. ഇലക്ട്രോൺസ് ഇവിടെ പോകുന്നു, ഇടിക്കുന്നു, തെറിക്കുന്നു, ഇതൊക്കെ നടക്കുന്നു. വേറെ ഇലക്ട്രോൺ പോകുന്നു, വേറെ ആറ്റം ഇടിക്കുന്നു, തെറിക്കുന്നു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇടികൊണ്ട് തെറിച്ച് മടുത്ത ഇലക്ട്രോൺസ് ഒരുമിച്ചില്ല, പെയറുകളായിട്ട് രണ്ട് ഇലക്ട്രോൺ ഒരുമിച്ച് ചെന്ന് ഇതും ഇടിക്കുന്നു. ദേ ആർ കോൾഡ് കൂപ്പർ പെയർ. രണ്ട് ഇലക്ട്രോൺ ഒരുമിച്ച് ചെന്ന് ലാറ്റിസ് ആറ്റത്തും ഇടിക്കുമ്പോൾ ഇലക്ട്രോൺ ഭയങ്കര ശക്തിയിലല്ല വരുന്നത്. ഇലക്ട്രോൺ തെറിക്കുന്നതിന് പകരം റെസിഡ്യൂൽ ആറ്റം തെറിച്ചു. ഇലക്ട്രോൺ ഈ വഴിക്ക് പോയി രണ്ടുപേരും കൂടി ഗ്രൂപ്പായിട്ട് നമ്മുടെ റെസിഡ്യൂൽ അയോണിനെ ഇടിച്ച് മാറ്റി അതിൻ്റെ ഇടപെടെ വരെ കൊണ്ട് പോവാണ്. ദേ കോൾഡ് കൂപ്പർ പെയർസ്. അത്രമാത്രം നമുക്ക് പഠിച്ചാൽ മതി. കൂപ്പർ പെയർ ഫോം ചെയ്യുന്ന കണ്ടീഷനൊന്നും നമുക്കില്ല. സോ ദി സൂപ്പർ കണ്ടക്ടിവിറ്റി ഈസ് ഡ്യൂ ടു ദി കൂപ്പർ പെയർ. ഹൗ ദി കൂപ്പർ പെയർ ഈസ് വർക്കിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും പറയുന്നു. At certain temperature, electrons forms as a pair and this pair collides on the residual atom, blocking atom. So instead of rebounding, the ions are rebounding and atom moves forward. Okay, so thank you much.